എല്ലാവർക്കും നമ്മളുടെ പുതിയൊരുള്ളോട്ട് സ്വാഗതം. അപ്പൊ നമ്മളെ നേരത്തെ വീഡിയോ എന്താ? അതെ, എവിടെ കല്യാണം പോന്ന്? ഓക്കെ. അപ്പൊ നമ്മളെ കൂട്ടാന് ആരും നമ്മളെ കൂട്ടാൻ വേഗം വരും അല്ലേ? കാറിൽ നമ്മൾ കൂട്ടാൻ വരും നടക്കണ്. അപ്പൊ അതാണ് നമ്മളെ ഇന്നത്തെ വീഡിയോ അല്ലേ? അപ്പൊ വീഡിയോ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ട് തൊട്ടടുത്തുള്ള അനീസുട്ടനുണ്ടല്ലേ? അനീസുട്ടാ ഏ സ്വാഗതം പറ. ഇങ്ങോട്ട് നോക്ക് ചെറുക്കി. ഓക്കെ, അപ്പൊ നമുക്ക് ഓല് വന്നിട്ട് കാണാല്ലേ? അപ്പൊ നമുക്ക് കോഴിക്കോട് കുറച്ച് ദൂരം ആയതുകൊണ്ട് വെള്ളമൊക്കെ എടുത്ത് വെക്കല്ലേ? വാ, വണ്ടി കൊണ്ടുവന്നിട്ടുണ്ട്. ഞാൻ നേരെ പോവാണ് കേട്ടോ. മേമ പാടുന്നത് ഇപ്പൊ കേൾക്കും. എല്ലാരും നാട്ടിലും പോത്തങ്ങനെ. ഓ കണ്ടു അതെ. എന്തൊക്കെ പറയുന്നത് കല്യാണത്തിന് പോവാണ്. മേമ നല്ല പാട്ട് പാടും, നല്ലോണം അടിക്കും, ടൈലറിംഗ് ആണ്. അത് ഞങ്ങൾ കോണ്ടാക്ട് ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. വീഡിയോ ചെയ്തിട്ടുണ്ട്. മുല്ലപ്പൂ എവിടെ നോക്കട്ടെ? ഉണ്ടാ നമ്മളിതാ പോകുന്ന വഴിക്ക് നല്ല മണമുള്ള മുല്ലപ്പൂ വായിച്ചില്ലേ? 3 പേർക്കും റിലുവിന്. അപ്പോൾ ഗൈസ്, ഞങ്ങളുടെ ആ കല്യാണം പുരയല്ല കേട്ടോ, ഓഡിറ്റോറിയമാണ്. ഡോറ് തുറക്കാൻ കുറച്ച് പണിയായതുകൊണ്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ക്യാമറ ഓഫാക്കി കളിക്കുന്നുണ്ട്. പിന്നെ ഞങ്ങളെല്ലാവരും ഇതാ നേരെ ഇറങ്ങിയിട്ടുണ്ട്. ഒരു ഓഡിറ്റോറിയത്തിൽ വെച്ചായിരുന്നു കല്യാണം. അപ്പോൾ ഞങ്ങളുടെ നേരെ ഉള്ളിലോട്ടേക്ക് കയറി. പിന്നെ ഫസ്റ്റ് തന്നെ നമുക്ക് കുടിക്കാൻ വേണ്ടി വെള്ളവും അതേപോലെ തന്നെ വെള്ളം 2 തരം വെള്ളം കൊണ്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഒന്ന് എനിക്ക് തോന്നുന്നു സർബത്താണ്, മറ്റേതൊന്നും മനസ്സിലായിട്ടില്ല. സർബത്തിൻ്റെ ടേസ്റ്റ് വേറെ മറ്റേതായിരുന്നു, ഒരു മഞ്ഞ കളറുള്ള വെള്ളം. പിന്നെ ഞങ്ങൾ നേരെ മുകളിലോട്ടേക്ക് പോയി. ഇവിടെ ഭയങ്കര ഒച്ചയും ബഹളമൊക്കെയാണ്. പക്ഷേ അധികം ആൾക്കാരൊന്നും എത്തിയില്ല. 3 തന്നെ മതി ഇച്ചിരി സൗണ്ട് കൂടാൻ. പിന്നെ അത്യാവശ്യം നല്ല വലിപ്പമുള്ള ഓഡിറ്റോറിയമാണ് കേട്ടോ. കല്യാണം നടക്കുന്നു. മറ്റേ സ്റ്റേജിൻ്റെ അവിടെ നല്ല സ്പേസ് ഉണ്ട്. പിന്നെ അത് അവിടെ എല്ലാവരും കസാലയിട്ട് കൊടുത്തിട്ടുണ്ട്. ഞങ്ങളുടെ നേരെ പുറകസ്റ്റേക്ക് ഒന്ന് പോയി നോക്കാണ്. പിന്നെ ബാക്കിലിരിക്കുന്ന ആളായിട്ടോ രസം. അതുകൊണ്ട് എല്ലാവരും ബാക്കിലോട്ടേക്ക് പോയി. ഫുൾ ഓടിക്കളിയായിരുന്നു. വെച്ചാൽ ഫുൾ ഓടിക്കളിയായിരുന്നു. പിന്നെ അവരുടെ സ്റ്റേജ് നമുക്ക് തിരിച്ച് കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാൻ സമ്മതിച്ചില്ല. 2 വീഡിയോ എടുക്കുക അവരിങ്ങ് പോകുന്നു. അപ്പം നമ്മളിതാ ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നു. മന്തിയുണ്ട്, ബിരിയാണി ഉണ്ട്. നമുക്ക് ഇഷ്ടമുള്ളത് അവിടെ നിന്ന് എടുക്കാം. ഞങ്ങളിതാ മന്തിയാണ് കഴിക്കുന്നത്. ചിലവർ മന്തിയും ചിലവർ ബിരിയാണിയും അങ്ങനെയൊക്കെയാണ് എടുക്കുന്നത്. പിന്നെ ഞങ്ങൾ നേരെ കൈക്ക് പിന്നെ ഫ്രൂട്ട്സൊക്കെ ഉണ്ടായിരുന്നു കഴിക്കാൻ, സുക്കാപ്പിയും. പിന്നെ ഞങ്ങൾ നേരിടായിരുന്നു. പിന്നെ ഞങ്ങൾ ബാക്കിൽ പോയി ജനലിൻ്റെ അടുത്ത് നിന്നിട്ടാണ് പുതിയപ്പള വന്ന് വീഡിയോ എടുത്തത്. മുമ്പിലേക്കാൻ വീഡിയോ എടുക്കാൻ ആൾക്കാർക്ക് കാണൂല പറഞ്ഞപ്പോൾ ഞങ്ങൾ സൈഡിലോട്ടേക്ക് നിന്നത്. അപ്പോൾ അവരിതാ നേരെ കയറിയിട്ട് സ്റ്റേജിമൊക്കെ ഒരു കുത്തിരുന്ന ക്യാമറമാനൊക്കെ ഫോട്ടോ വീഡിയോ എടുക്കലായിരുന്നു. അപ്പോൾ ഇതിങ്ങനെ പോസൊക്കെ ചെയ്ത്. പിന്നെ ഇതാണ് പുതിയൊട്ടി ഇങ്ങനെ ഇരിക്കുകയാണ്. പിന്നെ ഞാൻ സൈഡിൽ ഇതൊന്ന് പിടിക്കാൻ പറഞ്ഞപ്പോൾ ഒന്ന് പിടിച്ചെടുത്ത്. പിന്നെ ഫുള്ള് ബഹളമായിരുന്നു കേട്ടോ. ഞങ്ങൾ കസാലയിൽ മുമ്പിൽ തന്നെ ഇരുന്നു. വീഡിയോ എടുക്കാനും സുഖമായല്ലോ. അപ്പോൾ പുതിയാപ്പിളിനെ ഇങ്ങനെ കാട്ടുകയാണ്. സനുവിൻ്റെ അടുക്ക് ഫോൺ വാങ്ങിക്കൊണ്ട് ഞാൻ ഫോട്ടോ എടുക്കാൻ പറഞ്ഞ് പോകുന്നുണ്ടായിരുന്നു. ഞങ്ങൾ സൈഡിൽ കുത്തിരുന്ന് അവർ വരുന്നവരെ വെയിറ്റ് ചെയ്തു. ഞങ്ങൾ സത്യം ചമ്മി. ഞങ്ങൾ മുമ്പ് കൂടെ വരുന്നതായിരുന്നു വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. കുറേ ആൾക്കാരൊക്കെ മുമ്പ് കൂടെ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ മനസ്സിലായി മുമ്പ് കൂടെ അല്ല വരെ ബേക്കിൽ കൂടിയാണ്. ഞാൻ കുറേ സമയം ഇങ്ങനെ മുമ്പിൽ ക്യാമറയും പിടിച്ചിരുന്നിട്ടുണ്ടായിരുന്നു. പിന്നെ എന്നാൽ നേരെ ബാക്കിലോട്ടേക്ക്
ക്യാമറ തിരിച്ചു. നല്ല അടിപൊളി പരിപാടിയായിരുന്നു. ഒരു ബഹളത്തോട് ബഹളം, പാട്ടും എല്ലാം ആയിട്ട്. ഞാൻ എൻ്റെ അടുത്ത് വോയിസ് ഓവർ കൊടുക്കാണ്ട് പറഞ്ഞാലൊന്നും കേൾക്കില്ല. നല്ല സൗണ്ടിലായിരുന്നു പാട്ട് ഇട്ടിരുന്നത്. ഞാൻ പാട്ടിൻ്റെ വോളിയം കുറച്ചാണ് ഇപ്പോൾ വോയിസ് ഓവർ കൊടുക്കുന്നത് തന്നെ. പിന്നെ ഒരാളവിടെ നിർത്തിയിട്ട് കുറേ ഫോട്ടോ ഒക്കെ എടുത്ത് എല്ലാവരും വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ടായിരുന്നു. കുറേ കുലുക്കിയൊക്കെ കളിച്ചിട്ടുണ്ടായിരുന്നു സാധനം. പിന്നെ ഞാൻ കുറച്ച് മുമ്പോട്ടേ നിന്ന് വീഡിയോസൊക്കെ എടുത്തത്. ഞങ്ങൾ വിചാരിച്ച പോലെ ആ സാധനം മുകളിൽ വരെ കൊണ്ടുപോകുന്നതിനു. പക്ഷെ അവിടെയൊക്കെ കഴിയുന്നില്ലാതെ തോന്നുന്നു. ലാസ്റ്റ് പുതിയോട്ടൻ്റെയാണ് അങ്ങോട്ട് കയറിപ്പോയത്. പിന്നെ എല്ലാവരും ബേക്കോട്ടൊക്കെ പോയി ഇരുന്ന് പുതിയോട്ട് നേരെ സ്റ്റേജിൽ കയറിയിട്ടുണ്ട്. ഷെയ്ക്കാരനൊക്കെ തന്നെ കൊടുത്ത് അവരോട് ഇരിക്കുമ്പോൾ ഇരുന്നിട്ടില്ല. കുറേ വീഡിയോ ഇതിൻ്റെ പുതിയോട്ടീനെ ഉള്ളിലേക്ക് പോയെടുത്ത് പുതിയാപ്പിളിനെ ഉള്ളിലേക്ക് പോയെടുത്തതാണ്. കാണുന്നില്ലായിരുന്നു ക്ലിയർ ആയിട്ട്, നല്ല കണ്ടിട്ടുണ്ടാവും. പിന്നെ ഒരു മഹർ കൈമാറി. ഒരു നിക്കാഹ് നടത്തിയിട്ടില്ലായിരുന്നു. നിക്കാഹും കല്യാണവും ഒപ്പരാണ് നടത്തിയത്. പിന്നെ ഒരു കൈമാറുന്നത് വീഡിയോയും ഫോട്ടോ ഒക്കെ എടുക്കുകയാണ്. ഓഡിറ്റോറിയം എല്ലാവർക്കും നിൽക്കാനുള്ള സ്പേസ് ഉള്ളതുകൊണ്ട് തന്നെ അധികം ബുദ്ധിമുട്ടുകൊണ്ടൊന്നും വന്നില്ല. ഓഡിറ്റോറിയമില്ല, സ്റ്റേജ് അത്യാവശ്യം നല്ല വലിപ്പമുണ്ടായിരുന്നു. ഒരു റൂമിൻ്റെ അത്രയൊക്കെ വലിപ്പമുണ്ടാവും സ്റ്റേജിന്. അപ്പോൾ നല്ലോണം വീഡിയോ എടുക്കാനും ഫോട്ടോ എടുക്കാനും എല്ലാവർക്കും നിൽക്കാനൊക്കെ സ്പേസ് ഉണ്ടായിരുന്നു. പിന്നെ എന്താ കൈമാറിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഒരു ഫോട്ടോ എടുക്കുന്നുണ്ട്. നല്ലോണം ഇരിക്കുന്നുണ്ട്. ഉമ്മയും ഉപ്പയും അതേപോലെ തന്നെ അപ്പുറത്ത് പുതിയാപ്പിളയും നിൽക്കുന്നുണ്ട്. പിന്നെ ഫോട്ടോ ഒക്കെ എടുക്കുകയാണ്. കുറേ ഫോട്ടോസ് നമ്മളെടുത്തിട്ടുണ്ട്. അധികം ഒന്നും എടുത്തിട്ടില്ല, എന്നാലും അത്യാവശ്യത്തിന് ഫോട്ടോസൊക്കെ നമ്മളെടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ കുറച്ച് ബാക്കിലോട്ടേക്ക് പോയിരുന്നു വീഡിയോസ് എടുത്ത്. കാരണം അത് ഒരു മഹർ ഇടായിരുന്നു. അത് എല്ലാവരും കൂടി നിന്നിട്ടായിരുന്നു ഇട്ടിരുന്നത്. അതുകൊണ്ട് എനിക്കൊന്നും എടുക്കാൻ പറ്റിയില്ല. പിന്നെ ഞങ്ങൾ നേരെ തിരിച്ചു പോരുന്ന ഇച്ചിരി വെള്ളം കൂടി കുടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ നേരെ തിരിച്ചു പോന്നു. അപ്പോൾ ഫാത്തിമ നസ്ന മുഹമ്മദ് സാഹിദ് അങ്ങനെയാണ് പേര്. ബോർഡ് ഞാൻ തുടക്കത്തിൽ കാട്ടിയില്ലായിരുന്നു. ഇത് 30-ാം തീയതി നടന്നതാണ് കേട്ടോ, ജൂൺ 30-ന്. എനിക്കിപ്പോഴാണ് വീഡിയോ ഇടാൻ പറ്റിയത്. ഇതാണ് പുതിയാപ്പിളിൻ്റെ കാറ്, അതിൽ വന്നിരുന്ന കാറ്. പിന്നെ ഞങ്ങളെ കാറിൻ്റെ അടുത്തേക്ക് പോയി വീട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. എൻ്റെ താത്ത വന്നിട്ടില്ല, ഞാൻ പറയാൻ മറന്നുപോയി. ഓള് എൻ്റെ കസിൻ്റെ വീട്ടിൽ വന്നാണ്. ഓക്ക് വരാൻ വലിയ താല്പര്യമില്ല പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ പോകുന്ന വഴിക്ക് ഒടുക്കത്തെ മഴ. ഞങ്ങൾ വണ്ടി കയറി മഴ. ഓഡിറ്റോറിയം ആണ് കേട്ടോ അത്.
ഭയങ്കര മഴയാണ്. ഒരു വീട് പോലെയാണ് കേട്ടോ, ഓഡിറ്റോറിയം നല്ല അടിപൊളിയായിരുന്നു. പിന്നെ ഞങ്ങളിതാ നേരെ പോവുകയാണ് കേട്ടോ. വിസിറ്റേതാ അവിടെ ഭയങ്കര ബോറടിയായിട്ട്, കാരണം ഇവരധികം അവിടെ നിന്ന് തുള്ളി കളിച്ചപ്പോൾ വരുമൊന്നുമില്ലായിരുന്നു. ചാടവണ്ണന് ഉറങ്ങിയിട്ടുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ ഞങ്ങളിതാ നേരെ പോയിക്കൊണ്ടിരിക്കുകയാണ്. പോകുന്ന വഴിക്കൊടുക്കത്തെ മഴയാണ്. മഴൻ്റെ സൗണ്ട് കേൾക്കാണ്ടിരിക്കാതെ ഞാൻ ഫുള്ള് വോളിയം പഠിച്ചത്. പിന്നെ അതാ ഞങ്ങൾ കുറച്ച് നേരം പോയിക്കൊണ്ടിരിക്കുകയാണ്. കുറച്ച് ദൂരം ഉണ്ടായിരുന്നു കേട്ടോ. കോഴിക്കോട് എന്തിനും കാക്കൂര് അങ്ങനെ ഒന്നും സ്ഥലത്തായിരുന്നു. പിന്നെ നിശ്ചിത അവിടെ നിന്ന് ഫോണിൽ കളിച്ച് കുത്തിരിക്കുകയാണ്. പിന്നെ ഞങ്ങൾ പോകുന്ന വഴിക്ക് ഞങ്ങളൊരു കസിൻ്റെ വീട്ടിൽ കയറിയിട്ടുണ്ടായിരുന്നു. അത് ഞാൻ കുറച്ച് എനിക്കിത് കാണിച്ചു തരാം. ഇവിടെ നിച്ചൊക്കെ പാട്ടിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ കളിക്കാനായിരുന്നു ഒത്തിട്ട്. പിന്നെ ഞാൻ എന്താ പറഞ്ഞ പോലെ നേരെ ഞങ്ങൾ കസിൻ്റെ വീട്ടിൽ കയറി. ഒരു വകയത്തൊരു കസിനാണ് കേട്ടോ. ഞങ്ങൾ നിസട്ടൻ അവിടെ നിന്ന് ഫുൾ ഓട്ടക്കളിയായിരുന്നു. സിറ്റായാലും നിച്ചായാലും റെയിലായാലും ഫുൾ ഓടിക്കളി. പിന്നെ എന്താ സ്റ്റെപ്പുമ്പോൾ വലിയ സംസാരിക്കുന്നതൊക്കെ കേട്ട് ബോറടിച്ചിരിക്കുകയാണ്. ഞങ്ങളിതാ ചായയൊക്കെ കുടിച്ച് നേരെ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. പിന്നെ നമ്മൾക്ക് കുറച്ച് ദൂരം കൂടിയുള്ളൂ പോകാൻ. അപ്പോൾ ഏതായാലും നമ്മളിതാ വീട്ടിലെത്തിയിട്ട് കാണാം. കുറച്ച് ദൂരം കൂടി ഉണ്ട് ഞാൻ പറഞ്ഞില്ലേ. അപ്പം വീട്ടിലെത്തിയിട്ട് കാണാം. നേരെ വീട്ടിലെത്തില്ലേ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മളെ വീഡിയോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടത് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ബൈ.